ഹായ്, എല്ലാവർക്കും സ്വാഗതം. ആളുകൾ ഓർത്തിരിക്കുന്ന ശക്തമായൊരു ബ്രാൻഡ് എങ്ങനെയുണ്ടാക്കാം എന്നതിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. ശരി, അപ്പൊ അധികം മുഖവുരയില്ലാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബഹളം തന്നെയാണ്, അല്ലേ? നൂറുകണക്കിന് ബ്രാൻഡുകളാണ് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മത്സരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്: ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ ശബ്ദം എങ്ങനെ വേറിട്ട് കേൾപ്പിക്കും? ഇതാണ് ഇന്ന് എല്ലാ ബിസിനസ്സുകളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ഈ വെല്ലുവിളിക്കൊരു പരിഹാരമുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ വലിയ ബ്രാൻഡുകൾക്കും ഒരു വഴികാട്ടിയുണ്ട്. അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരൊറ്റ ശക്തമായ ആശയം, ഒരു ധ്രുവനക്ഷത്രം പോലെ. അത് എല്ലാ തീരുമാനങ്ങൾക്കും ദിശാബോധം നൽകുന്നു. അപ്പോ ഈ പറയുന്ന വഴികാട്ടി നക്ഷത്രത്തിന് മാർക്കറ്റിംഗില് ഒരു പേരുണ്ട്. വെറുമൊരു പേരല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുമുണ്ട്. അതെന്താണെന്നും അത് എങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ നട്ടെല്ലാകുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങളുടെ പരസ്യത്തിലോ പോസ്റ്ററിലോ കാണാനുള്ള ഒന്നല്ല. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും വേണ്ടിയുള്ള ഒരു രഹസ്യരേഖയാണ്, ഒരു ഗൈഡ്. ശരി, അപ്പോ എന്തിനാണ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ്? എന്തിനാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഇതുകൊണ്ട് ശരിക്കും എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? അതിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ മാർക്കറ്റിൽ നിങ്ങൾ ആരാണെന്ന് കൃത്യമായി നിർവചിക്കുക. രണ്ടാമത്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് അടിവരയിട്ട് പറയുക. പിന്നെ മൂന്നാമത്തേത്, നിങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും, അതായത് പരസ്യം മുതൽ പാക്കേജിംഗ് വരെ എല്ലാത്തിനും ഇതൊരു വഴികാട്ടിയായി പ്രവർത്തിക്കും. ഒരു നല്ല പൊസിഷനിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിനു മുൻപ് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്. നല്ലൊരു അടിത്തറയില്ലാതെ വീട് പണിതാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണിതും. ഈ അടിത്തറ പാകാൻ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം. ആ 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. 2, നിങ്ങൾ മത്സരിക്കുന്ന മാർക്കറ്റ് ഏതാണ്, നിങ്ങളുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി അറിയുക. ഇനി ഈ സ്ലൈഡിലേക്ക് നോക്കൂ. നിങ്ങളുടെ പ്രേക്ഷകരെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണം. അതുപോലെ മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണ്, എതിരാളികൾ ആരൊക്കെയാണ്, പിന്നെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്പോഴുള്ള ധാരണ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണം. ഈ വിവരങ്ങളാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിത്തറ റെഡി. ഇനി നമുക്ക് കെട്ടിടം പണിയാൻ തുടങ്ങാം. ഇതാണ് ആ മാജിക് ഫോർമുല, നിങ്ങളുടെ ബ്രാൻഡിന്റെ ബ്ലൂ പ്രിന്റ്. സ്ക്രീനിൽ കാണുന്ന ഈ ഫോർമുലയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഒറ്റ നോട്ടത്തിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡായി തോന്നാം, അല്ലേ? പേടിക്കണ്ട. ഇതിലെ ഓരോ ഭാഗവും എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ലോകത്തിലെ തന്നെ വലിയ ബ്രാൻഡുകളുടെ ഉദാഹരണം വെച്ച് മനസ്സിലാക്കാം. അപ്പോ ഇത് വളരെ എളുപ്പമാകും. ഫോർമുലയിലെ ആദ്യത്തെ ആൾ ലക്ഷ്യമിടുന്ന പ്രേക്ഷകർ അഥവാ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് ആർക്കു വേണ്ടിയുള്ളതാണ്? ഉദാഹരണത്തിന് ജോൺസൺ ആൻഡ് ജോൺസൺ. അവരുടെ ബേബി പ്രോഡക്ട്സ് പ്രധാനമായും പുതിയ അമ്മമാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കാതെ ഒരു പ്രത്യേക കൂട്ടം ആളുകളിൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തത് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് കേട്ടിട്ട് പേടിക്കേണ്ട. നിങ്ങളുടെ ബ്രാൻഡിനെ ഏത് കാറ്റഗറിയിലാണ് ആളുകൾ ഓർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന സ്ഥലമാണിത്. വോൾവോയുടെ കാര്യം തന്നെ എടുക്കാം. അവർ കാറുകളാണ് വിൽക്കുന്നത്. അതാണ് അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. പക്ഷേ ആ കാർ മാർക്കറ്റിൽ അവർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഫാമിലി കാർ എന്നല്ലേ? ഇതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളുടെ പൊസിഷനിങ്ങിന്റെ ഹൃദയമെന്നു തന്നെ പറയാം. പ്രത്യേകത അഥവാ പോയിന്റ് ഓഫ് ഡിഫറൻസ്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത എന്ത് യുണീക്ക് ബെനിഫിറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്? ആപ്പിളിനെ പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് ടെക് കമ്പനികളുണ്ട്, പക്ഷേ സിമ്പിൾ, സ്റ്റൈലിഷ്, ഉപയോഗിക്കാൻ എളുപ്പമുള്ള പ്രോഡക്ട്സ്. അതാണ് ആപ്പിളിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ആളുകൾ ക്യൂ നിന്ന് അവരുടെ പ്രോഡക്ട്സ് വാങ്ങുന്നത്. അവസാനമായി, വിശ്വസിക്കാനുള്ള കാരണം. നിങ്ങൾ പറയുന്നതൊക്കെ വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്ന ഭാഗമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ വോൾവോയുടെ കാര്യം ഓർമ്മയില്ലേ? അവർ സുരക്ഷ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് തെളിവായിട്ട് അവർ എന്തു പറയുന്നു? വർഷങ്ങളായുള്ള അവരുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടുകൾ, എയർ ബാഗ് പോലുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾക്ക് അവരെ വിശ്വസിക്കാൻ കാരണം കൊടുക്കുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു ഇന്റേണൽ ഡോക്യുമെന്റിനെ പറ്റിയാണ്. പക്ഷെ ഈ ഐഡിയ എങ്ങനെയാണ് ആളുകൾ കാണുന്ന പരസ്യങ്ങളിലും ടാഗ് ലൈനുകളിലും ഒക്കെ എത്തുന്നത്? നമുക്ക് നോക്കാം. വലിയ ബ്രാൻഡുകൾക്ക് എപ്പോഴും 2 തരം ബെനിഫിറ്റുകളുണ്ടാകും. ഒന്ന് ഫങ്ഷണൽ, അതായത് പ്രൊഡക്റ്റ് ചെയ്യുന്ന കാര്യം. മറ്റേത് ഇമോഷണൽ, അത് തരുന്ന ഫീലിംഗ്.
ഉദാഹരണത്തിന്, ഒരു നൈക്കി ഷൂവിന്റെ ഫങ്ഷണൽ ബെനിഫിറ്റ് എന്താണ്? അത് ഓടാൻ നല്ല കംഫർട്ട് തരും. എന്നാൽ അതിന്റെ ഇമോഷണൽ ബെനിഫിറ്റോ? ആ ഷൂ ഇടുമ്പോൾ നിങ്ങൾക്കൊരു ചാമ്പ്യന്റെ, ഒരു അത്ലറ്റിന്റെ ആത്മവിശ്വാസം കിട്ടും. ഈ രണ്ട് കാര്യങ്ങളിലും ബ്രാൻഡിന് വ്യക്തതയുണ്ടാവണം. അപ്പോ നിങ്ങളുടെ പൊസിഷനിംഗ് സ്റ്റേറ്റ്മെന്റാണ് നമ്മളെല്ലാം കേൾക്കുന്ന കിടിലൻ ടാഗ്ലൈനുകൾക്ക് പിന്നിലെ ബുദ്ധി. നൈക്കിയുടെ കാര്യം തന്നെ എടുക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലീറ്റുകൾക്ക് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുക എന്നതാണ് അവരുടെ പൊസിഷനിംഗ്. അതിൽ നിന്നാണ് ജസ്റ്റ് ഡു ഇറ്റ് എന്ന ആ ഐക്കോണിക് ടാഗ്ലൈൻ വരുന്നത്. ശരി, അപ്പോ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് റെഡിയായി. പക്ഷെ അത് നല്ലതാണോ, വർക്കാകുമോ എന്നെങ്ങനെ അറിയും? അതിനൊരു അവസാന ചെക്ക്ലിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇത് സിമ്പിളും വ്യക്തവുമാണോ? ഒരുപാട് കാര്യങ്ങൾ കുത്തിനിറയ്ക്കാതെ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷനാകും. രണ്ടാമത്തെ ചോദ്യം: ഇത് ശരിക്കും യുണീക്കാണോ? നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങളെ ഇത് വേറിട്ട് നിർത്തുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ ഈ പ്രത്യേകത മറ്റൊരാൾക്ക് എളുപ്പത്തിൽ കോപ്പിയടിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കണം. മൂന്നാമത്തേത്, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: നിങ്ങൾ പറയുന്ന ഈ കാര്യം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വല്ല പ്രയോജനവുമുണ്ടോ? അവർക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യമാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? അവസാനമായി ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്നും കസ്റ്റമേഴ്സ് എന്തിന് നമ്മളെ തിരഞ്ഞെടുക്കണമെന്നും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ക്ലിയർ ആകുന്നുണ്ടോ? ഇതിനെല്ലാം യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ട്രാക്കിലാണ്. ഇപ്പോൾ ശക്തമായൊരു ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ ഭാഗവും എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്പോൾ ഈ അറിവ് വെച്ച് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.